ഹേ, IPL സെക്കൻഡ് മാച്ചും അസ് യൂഷ്വൽ അസ് പ്രഡിക്റ്റഡ് 200+ സ്കോർസ് രണ്ട് ടീമും. ആൻഡ് ഇത് ഒരുവിധം ഉറപ്പായിരുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ നടന്ന സെയിം പിച്ചിലായിരുന്നു കളി നടന്നത്. സോ 200+ ഈസ് എക്സ്പെക്റ്റഡ്. പക്ഷേ കൊൽക്കത്തയുടെ ബാറ്റിങ് ഒന്നും പറയാനായിട്ടില്ല. പക്ഷേ ബോളിങ് വളരെ മോശമാണ്. ആൻഡ് വി ക്യാൻ കം ടു ദാറ്റ് പാർട്ട്. ബട്ട് വാട്ട് ആൻ ഇന്നിങ്സ് ഫ്രം ദ ഹിറ്റ്മാൻ. രോഹിത് ശർമ്മ IPL എപ്പോഴും ഫോം ഔട്ടാണ് എന്ന് പലരും പറയാറുണ്ടെങ്കിലും കൊൽക്കത്തക്കെതിരെ രോഹിത് ശർമ്മ സച്ച് ആൻ അതർ ബീസ്റ്റ്. പഴയ കാലങ്ങളിലെ റെക്കോർഡ് വെച്ച് നോക്കിയാലും രോഹിത് ശർമ്മ മാക്സിമം കൊൽക്കത്തക്കെതിരെ എങ്ങനെയൊക്കെ പോയാലും കളിക്കും. അതെന്താ കാര്യമൊന്നും അറിയത്തില്ല. ബട്ട് രോഹിത് ശർമ്മ വാസ് എക്സലന്റ് അഗെയിൻസ്റ്റ് KKR ആൻഡ് റയാൻ റിക്കിൾട്ടൺ. വാട്ട് ആൻ ഇന്നിങ്സ്. രോഹിത് ശർമ്മയും റയാൻ റിക്കിൾട്ടന്റെ ആ ഇന്നിങ്സ് തന്നെയാണ് കൊൽക്കത്തയുടെ കയ്യിൽ നിന്ന് മാച്ച് എടുത്തുകൊണ്ട് പോയത്. വൈൽ കോംപ്ലിമെന്റിങ് ദ ഇന്നിങ്സ് ഓഫ് രോഹിത് ശർമ്മ ആൻഡ് റയാൻ റിക്കിൾട്ടൺ, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഉറപ്പായിട്ടും വിട്ടുകളയാൻ പറ്റാത്ത രണ്ട് സ്പെൽസാണ് ലോർഡ് ഷർദുൽ താക്കൂറിന്റെയും ജസ്പ്രീത് ബുംറയുടെ. മാൻ, വാട്ട് എ സ്പെൽ. ജസ്പ്രീത് ബുംറയുടെ ഇന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് ആ ഒരു ടൈപ്പ് ഓഫ് സ്പെല്ല് തന്നെയാണ് വന്നത്. ബട്ട് വിക്കറ്റ്സ് ഉണ്ടായില്ല. ഫോർ ദാറ്റ് ഷർദുൽ താക്കൂർ ഇസ് ദർ, മാൻ വിത്ത് ദ ഗോൾഡൻ ആംസ്. അതിനല്ലാതെ എന്ത് പറയാനാ. ഇഫ് യു നീഡ് എ വിക്കറ്റ്, കോൾ ഷർദുൽ താക്കൂർ, ഹി വിൽ ഗിവ് യു ദ വിക്കറ്റ്. അതായിരുന്നു അവസ്ഥ. സാധാരണ നോർമലി മുംബൈ ഇന്ത്യൻസിന്റെ സ്പെല്ല് അല്ലെങ്കിൽ അവരുടെ ബോളിംഗ് ലൈനപ്പ് കൂടുതലും ബൂംറനെ ആശ്രയിച്ചായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. ഒരു വിക്കറ്റ് വേണം, ബൂംറനെ വിളിക്കുക, ബൂംറ വിക്കറ്റ് വരും. അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് ഷർദുൽ താക്കൂർ ഓരോ സ്പെല്ല് വരുന്നു. ഷർദുൽ താക്കൂർ ഗിവ്സ് യു ദ വിക്കറ്റ്, ഹി ഗിവ്സ് യു ദ ബ്രേക്ക് ത്രൂ. ആൻഡ് മാൻ, ദാറ്റ് വാസ് ഓസം. കാരണം ബൂംറയിൽ നിന്ന് മാറി ഒരു ബോളറിനെ കൂടെ ട്രസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത് മുംബൈ ഇന്ത്യൻസിനെ പോലെ ഒരു സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം, വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസ് ഇൻ IPL സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. ഷർദുൽ താക്കൂർ അത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹോപ്പ്ഫുള്ളി ട്രെന്റ് ബോൾട്ട് പിന്നെയും ബാക്ക് ടു ഹിസ് പ്രൈം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എത്തിയില്ലെങ്കിൽ പോലും അവർക്ക് ദീപക് ചഹർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. യു ക്യാൻ സെറ്റിൽ ഇൻ ദീപക് ചഹർ ദെയർ. അങ്ങനെ ദീപക് ചഹറിനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഷർഫീൻ റോദർഫോർഡിനെയും അതുപോലെ തന്നെ വിൽ ജാക്സനെ ഒരുമിച്ച് ടീമിൽ കളിപ്പിക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ മിഡ്സാൻഡറിനെ കൊണ്ടുവരാൻ പറ്റും. മിഡ്സാൻഡർ, അല്ലാഹ് ഗസൻഫർ ആൻഡ് മയാങ്ക് മാർക്കണ്ടെ, 3 സ്പിന്നേഴ്സ്, 3 വെറൈറ്റി കൈൻഡ് ഓഫ് സ്പിന്നേഴ്സ്. യു വിൽ ഗെറ്റ് ദാറ്റ് അഡ്വാൻറ്റേജ്. ഔട്ട് ഓഫ് വാങ്കഡെ ഉറപ്പായിട്ടും ഗസൻഫറും മാർക്കണ്ടയും ഈ ഒരു പെർഫോമൻസിനെ കാട്ടിയും കുറച്ചുകൂടി മേലെ നിൽക്കുന്ന ഒരു പെർഫോമൻസ് കൊടുക്കും എന്ന് നന്നായിട്ട് വിശ്വസിക്കാം. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു KKR, എല്ലാം KKRന് അവതാളത്തിലോട്ടാണ് പോയി തീർന്നത്. അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് വാസ് സൂപ്പർ. അജിങ്ക്യ രഹാനെ, മാൻ, ദാറ്റ് വാസ് സച്ച് ആൻ ഇന്നിങ്സ്. നമ്മൾ വിരാട് കോഹ്ലി എത്രത്തോളം പ്രൈസ് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ പ്രൈസ് ചെയ്യേണ്ട രീതിക്കുള്ള ഒരു ഇന്നിങ്സ് ആണ് അജിങ്ക്യ രഹാനയുടേത്. കാരണം വിരാട് കോഹ്ലി അറ്റ്ലീസ്റ്റ് ഇന്റർനാഷണൽ ലെവലിൽ ODI ക്രിക്കറ്റെങ്കിലും കളിക്കുന്നുണ്ട്. അജിങ്ക്യ രഹാനെ ഒരു ഫോമാറ്റും ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കുന്നില്ല. ഹി കീപ്സ് ഓൺ പ്ലേയിങ് ഡൊമസ്റ്റിക് ക്രിക്കറ്റ്. ആ ഒരു ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പീരിയൻസിൽ ടീമിലേക്ക് വന്നു. ഇതിന് മുമ്പത്തെ സീസണിൽ അജിങ്ക്യ രഹാനെ കളിച്ചുകൊണ്ടിരുന്ന T20 സ്റ്റൈലല്ല അജിങ്ക്യ രഹാനെ ഇപ്പൊ T20 കളിക്കുന്നത്. പക്ക ഒരു T20 മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് ബാറ്റ് ചെയ്തത്. ദാറ്റ് ഇന്നിങ്സ് വാസ് സംതിങ് സ്പെഷ്യൽ. ക്യാപ്റ്റൻ ലെഡ് ഫ്രം ദ ഫ്രണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ബോളിംഗ് ലൈനപ്സ് വീക്ക് ആയതുകൊണ്ട് തന്നെയാണ് അവർ പരാജയപ്പെട്ടത്. വാട്ട് മേക്സ് KKRന് ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാൽ പൊങ്ങി വരാൻ പറ്റും? ഉറപ്പായിട്ടും അവരവരുടെ ഹോം ഗ്രൗണ്ടിൽ സ്പിന്നിനെ ഫേവർ ചെയ്യുന്ന പിച്ചസ് ഒരുക്കുക, അവരുടെ ക്യൂറേറ്ററുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക, അവർ സ്പിൻ ഫേവറബിൾ വിക്കറ്റ്സ് എടുക്കുക, അവരുടെ ടീമിലുള്ള മിസ്റ്ററി സ്പിന്നേഴ്സിനെ കൊണ്ടുവരിക. സുനിൽ നരൈൻ, വരുൺ ചക്രവർത്തി, ഐ തിങ്ക് ദർ ഈസ് അനദർ മിസ്റ്ററി സ്പിന്നർ, ഐ ഫോർഗോട്ട് ഹിസ് നെയിം. അതോട് എന്തായാലും ആ 3 സ്പിന്നേഴ്സ് വരുന്ന രീതിക്ക്, ആൻഗുൽ റോയിയെ പോലൊരു ലെഫ്റ്റ് ആം സ്പിന്നർ വരുന്ന രീതിക്ക് 4 സ്പിന്നേഴ്സിനെ വെച്ച് അവർ ഓപ്പറേറ്റ് ചെയ്ത്, വൈഭവ് അറോറ ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പേസറിന് ബ്ലെസ്സിങ് മുസർബനി ആൻഡ് ക്യാമറൂൺ ഗ്രീൻ ഒരു 2 ഓവർ എറിയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേസ് മാത്രം നിലനിർത്തിക്കൊണ്ട് 4 സ്പിന്നേഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അവർ ബോളിംഗ് നന്നായിട്ട് പിടിക്കാൻ പറ്റിയ രീതിക്ക് സ്പിൻ ഫ്രണ്ട്ലി പിച്ചസിൽ അവർ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹോം ഗ്രൗണ്ട്സിൽ അഡ്വാൻറ്റേജസ് മുതലെടുത്ത് ആ ഒരു 7 ഗെയിം അവർ പക്കായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ കുഡ് ബി ഇൻ ദ ടോപ്പ് 4. ആൻഡ് ബട്ട് അവരുടെ പിച്ചസ് എങ്ങനെ സെറ്റ് ചെയ്യുമെന്നോ ഇതൊന്നും പ്രഡിക്റ്റബിൾ ആയില്ല. ആൻഡ് അവരുടെ ക്യാപ്റ്റൻസിയിലെ പിഴവുകൾ നോക്കണോ, അജിങ്ക്യ രഹാനെ ചെറിയൊരു പരിക്കുമായിട്ട് ഫീൽഡ് വിടുകയുണ്ടായി. റിങ്കു സിംഗ് ആയിരുന്നു ക്യാപ്റ്റൻ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അതിൻ്റെ അകത്ത് ഒരു മിസ് മാച്ച് ഉണ്ടായിരുന്നു. സുനിൽ നരൈന് 19th ഓവർ കൊടുത്തു. എന്തുകൊണ്ട് ഒരു ഓവറും കൂടെ കൂടുതൽ കൊടുത്തു? സുനിൽ നരൈൻ 3 ഓവറെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. ഒരു ഓവറും കൂടെ കൂടുതൽ കൊടുത്തിരുന്നെങ്കിൽ ഗെയിം കുറച്ചുകൂടി ടൈറ്റ് ആക്കായിരുന്നു. ലാസ്റ്റ് ഓവറിലാണ് കളി തീർന്നത്. സോ സുനിൽ നരൈൻ ഒരു ഓവറും കൂടെ കൊടുത്തിരുന്നെങ്കിൽ മേ ബി ഇറ്റ് കുഡ് ഹാവ് ബീൻ എ ലാസ്റ്റ് ബോൾ ത്രില്ലർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ബട്ട് മുംബൈ ഉറപ്പായിട്ടും ഈ കളി ജയിക്കും.
കൊൽക്കത്ത 250 അടിച്ചിരുന്നെങ്കിൽ 215 ചേസ് ചെയ്ത് ജയിക്കാൻ പറ്റിയ ഒരു ബാറ്റിംഗ് ലൈനപ്പ് മുംബൈക്കുണ്ട്. സോ മുംബൈയുടെ വിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നവിറ്റബിൾ ആണ്, അത് മാറ്റാനായിട്ട് പറ്റത്തില്ല. ബട്ട് കൊൽക്കത്ത കുഡ് ഹാവ് ദിയർ ചാൻസസ് ഇഫ് ദേ യൂട്ടിലൈസ് സുനിൽ നാരായൺ ആൻഡ് വരുൺ ചക്രവർത്തി വെൽ. അത് അവർ നന്നായിട്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഫോർ ദ MA വേഴ്സസ് KKR മാച്ച്. ആൻഡ് ഇന്നത്തെ മാച്ച് വിച്ച് ഈസ് വെരി സ്പെഷ്യൽ ഫോർ ഓൾ ഓഫ് us മലയാളീസ്, എസ്പെഷ്യലി സഞ്ജു ചേട്ടൻ ഇന്ന് കളിക്കാനായിട്ട് ഇറങ്ങുന്ന ദിവസമാണ്. ഇറ്റ് ഈസ് CSK വേഴ്സസ് RR മാച്ച്. വാട്ട് ആൻ ഐറണി. സഞ്ജു സാംസൺ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന ടീമിനെതിരെ സഞ്ജു സാംസൺ ഇത്തവണ കളിക്കാൻ ഇറങ്ങുമ്പോൾ രവീന്ദ്ര ജഡേജയുടെ സ്വന്തം ടീമിനെതിരെ കളിക്കാൻ ഇറങ്ങുന്നു. ഇറ്റ്സ് മോർ ദാൻ CSK വേഴ്സസ് RR. ഇറ്റ്സ് സഞ്ജു സാംസൺ വേഴ്സസ് RR ആൻഡ് രവീന്ദ്ര ജഡേജ വേഴ്സസ് ചെന്നൈ. നമുക്ക് പ്രോബബിൾ പ്ലേയിങ് 11 ആദ്യമേ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ചെന്നൈ, അതിനു മുമ്പ് ചെന്നൈയുടെ പരിക്കുകളുടെ കാര്യങ്ങൾ, അതൊരു നീണ്ട ലിസ്റ്റാണ്. മറ്റേ സ്റ്റേഡിയം മൂസയിൽ ജഗതി ചേട്ടൻ എങ്ങനെ ലിസ്റ്റ് എടുത്ത് നിരത്തുന്ന പോലെ, ദിലീപ് ഏട്ടൻ എങ്ങനെ ലിസ്റ്റ് എടുത്ത് നിരത്തൂല്ലേ പട്ടിക്ക് മേനുണ്ടെന്ന്, അത് പറയുന്ന പോലെയാണ് CSKയിലെ പരിക്കിന്റെ ലിസ്റ്റ്. ഡിവാൽ ബ്രെവിസ് ഫസ്റ്റ് മാച്ച് കളിക്കത്തില്ല, ഒരു സൈഡ് സ്ട്രെയിൻ ഉണ്ട്, ഫസ്റ്റ് മാച്ച് കളിക്കത്തില്ല എന്ന് അനൗൺസ് ചെയ്തു. MS ധോണി പരിക്ക് കാരണം ആദ്യത്തെ 2 മാച്ച് കളിക്കത്തില്ല എന്ന് അനൗൺസ് ചെയ്തു. നാഥാൻ എല്ലിസ്, ഇവര് ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന നാഥാൻ എല്ലിസ് IPL തന്നെ റൂൾഡ് ഔട്ടായി. ഇനി കൂടുതൽ ഒരു ടീമിന് എന്താ വേണ്ടേ? ഇനിയിപ്പോ നാഥാൻ എല്ലിസിന് പകരം ഒരു പകരക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെത്ത് സ്പെഷ്യലിസ്റ്റ് ആരും ഇവരുടെ ടീമിലില്ല. ദേ ഹാവ് ടു ട്രസ്റ്റ് ജാമി ഓവർട്ടൺ ഓർ സമ്മൺ ലൈക്ക് ദാറ്റ്. അത് കണ്ടു തന്നെ അറിയണം. ഡിവാൾ ബ്രെവിസിന് പകരം ആരാ? മാത്യു ഷോട്ട് കളിക്കാൻ ഇറങ്ങുമോ, അതോ അവർ ബോളിങ്ങിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമോ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ആൻഡ് ക്യാപ്റ്റൻസ് മീറ്റിൽ ഋതുരാജ് ഗെയ്ക്വാഡ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തായിരുന്നു സഞ്ജു ചേട്ടൻ്റെ കൂടെ ഓപ്പണിംഗ് ഇറങ്ങാൻ പോകുന്നത് ഋതുരാജ് ഗെയ്ക്വാഡാണ്, ആയുഷ് മാത്രമേ അല്ല എന്നുള്ളത്. സോ സഞ്ജു സാംസൺ ആൻഡ് ഋതുരാജ് ഗെയ്ക്വാഡ് ആർ ഗോയിങ് ടു ബി ദ ഓപ്പണേഴ്സ്. ഡിവാൽ ബ്രെവിസ് ഇല്ലാത്തത് കൊണ്ട് മാത്യു ഷോട്ട് ഷുഡ് പ്ലേ നമ്പർ 3. മാത്യു ഷോട്ട് നമ്പർ 3 കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയുഷ് മാത്രമേ നമ്പർ 4ലേക്ക് തള്ളിക്കഴിഞ്ഞാൽ ആയുഷ് മാത്രമേ വിൽ നോട്ട് ബി ദാറ്റ് എഫക്റ്റീവ് അറ്റ് നമ്പർ 4, ഐ തിങ്ക് സോ. സോ ദർ ഇസ് എ ചാൻസ് ഫോർ ഉർവിൽ പട്ടേൽ ടു കം ആൻഡ് പ്ലേ അറ്റ് നമ്പർ 4. So Sanju Samson, Ruturaj Gaikwad, Matthew Short, Urvil Patel. Number 5, I will place Sarfaraz Khan above others because he's such a fine hitter of the spin. രവീന്ദ്ര ജഡേജ, രവി ബിഷ്ണോയ് തുടങ്ങിയിട്ടുള്ള റയാൻ പരാഗ് തുടങ്ങിയിട്ടുള്ള സ്പിന്നേഴ്സ് അവിടെ ഓപ്പോസിഷനിൽ നിൽക്കുമ്പോൾ അവരെ പ്ലേ ചെയ്യാനായിട്ട് നല്ലൊരു സ്പിൻ ഹിറ്റർ CSK സ്ക്വാഡിൽ തന്നെ എടുത്തു നോക്കുവാണെങ്കിൽ നന്നായിട്ട് സ്വീപ്പ് കളിക്കുന്ന, നന്നായിട്ട് റിവേഴ്സ് സ്വീപ്പ് ചെയ്യുന്ന ഒരു കളിക്കാരൻ പോലും ഇല്ല. എല്ലാവരും സ്റ്റാൻഡ് ആൻഡ് ഡെലിവർ പ്ലേയേഴ്സാണ്. സോ സമ്മൺ വേഴ്സറ്റൈൽ ഷുഡ് ഹെൽപ്പ് ദെയർ ബാറ്റിംഗ് ലൈനപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ വിൽ പ്ലേ സർഫറാസ് ഖാൻ അറ്റ് നമ്പർ 5, ശിവൻ ദൂബെ അറ്റ് നമ്പർ 6, കാർത്തിക് ശർമ്മ അറ്റ് നമ്പർ 7, പ്രശാന്ത് വീർ അറ്റ് നമ്പർ 8. പലരും പ്രശാന്ത് വീർ ഡയറക്ട്ലി 11 ഉണ്ടാവത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ബട്ട് ഐ വിൽ റേറ്റ് പ്രശാന്ത് വീർ അറ്റ് നമ്പർ 11. 12 കോടി കൊടുത്തെടുത്തിട്ട് വെളിയിലിരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. Karthik Sharma and Prashant Veer should play at number 7 and 8. Number 9 will be Jamie Overton. They have to trust Jamie Overton and he have to deliver to them. Otherwise, ചെന്നൈയുടെ കാര്യം ഭയങ്കര കഷ്ടമായി പോകും. Number 10 will be Noor Ahmed. Number 11 will be Matt Henry. And number 12 will be Khalil Ahmed. Khalil Ahmed and Urvil Patel are my impact subs. മാറി തിരിച്ചും വരും. സോ ദിസ് ഈസ് ദ ചെന്നൈസ് പ്ലേയിങ് 11. ഇതിൽ ചെന്നൈക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ജാമി ഓവർട്ടൺ, മാറ്റ് ഹെൻറി, ഖലീൽ അഹമ്മദ് ഇവർ 3 പേരും ഡെത്ത് ഓവറിൻ്റെ പ്രഷർ ഏറ്റെടുത്ത് ഡെത്ത് ഓവറിൽ എങ്ങനെ ഡെലിവർ ചെയ്യും എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദ സ്പിന്നർ പ്രശാന്ത് വീർ എസ് എ സ്പിന്നർ? പ്രശാന്ത് വീർ എസ് എ ബാറ്റ്മാൻ ഓക്കെയാണ്. പ്രശാന്ത് വീർ എസ് എ സ്പിന്നർ ജഡേജ ഡെലിവറി ചെയ്ത പോലെ ഡെലിവറീസ് പ്രശാന്ത് വീറിന് കൊടുക്കാൻ പറ്റുമോ? ലെഫ്റ്റ് ആം സ്പിന്ന് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുമോ? ജഡേജ കൊടുത്തതുപോലെ ഒരു സപ്പോർട്ട് പ്രശാന്ത് വീറിന് കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ തൊട്ടടുത്ത് നിന്ന് നൂർ അഹമ്മദിന് വിക്കറ്റ് ടേക്കിംഗ് ബോളർ ആവാൻ പറ്റത്തുള്ളൂ. ഈ പ്രശാന്ത് വീർ ആ ഒരു എക്കണോമിക്കൽ റേറ്റിൽ ബോൾ എറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നൂർ അഹമ്മദ് എക്കണോമിക്കൽ ബോളർ ആവേണ്ടി വരും. സോ വി ആർ നോട്ട് സപ്പോസ്ഡ് ടു സി എ വിക്കറ്റ് ടേക്കിംഗ് ബോൾ ഇൻ നൂർ അഹമ്മദ്. സോ ഇതെല്ലാം പ്രശാന്ത് വീറിന്റെ ബോളിംഗ് ഫോം നൂർ അഹമ്മദിന്റെ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റീസിൽ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ സഞ്ജു ചേട്ടൻ ടു കണ്ടിന്യൂ ഹിസ് ഫോം. ചേട്ടൻ വന്ന് അടിച്ച് തകർത്ത് ഒരു സെഞ്ചുറി അല്ലെങ്കിൽ ഒരു 50 IPL ഫസ്റ്റ് സെഞ്ചുറി ഐ എം ഹോപ്പിംഗ് ഇന്ന് IPL ഫസ്റ്റ് സെഞ്ചുറി സഞ്ജു ചേട്ടൻ അടിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.
And let's talk about the Rajasthan 11, full of youngsters, and that gave them the power. Openers Yashasvi Jaiswal and Vaibhav Suryavanshi. One down will be Ryan Parag. Number 4 will be Shimron Hetmer. Number 5 will be Dhruv Jural. Number 6 will be Dasan Shanaga or Dasan Shanaga. I will play Shanaga, which is better because Kumar Sankara rates him really well. സോ ഡൊണോവൻ ഫെറേറയൊക്കെ ടീം എനിക്ക് തോന്നുന്നു കുമാർ സംഗക്കാര വിൽ പ്ലേസ് ദാസൻ ചനക ദർ ആൻഡ് ഹി ക്യാൻ ഗേവ് യു 1 or 2 overs ഓഫ് പേസ് വിച്ച് ഈസ് റിയലി ഹെൽപ്ഫുൾ. ദാൻ ഫെറേറയുടെ സ്പിന്നിനെ കാട്ടിയും എനിക്ക് തോന്നുന്നു ദാസൻ ചനകയുടെ ഒരു 2 over മീഡിയം പേസ് ഓവർ വിൽ ഹെൽപ്പ് ദം. സോ ഐ വിൽ പ്ലേസ് ദാസൻ ചനക അറ്റ് നമ്പർ 6, രവീന്ദ്ര ജഡേജ അറ്റ് നമ്പർ 7 ആൻഡ് ശുഭം ദുബെ അറ്റ് നമ്പർ 8. ഇത് തന്നെ നിറയെ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ക്വാഡാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ദാസൻ ഷനഗിനെ കൂടുതലും പ്ലേസ് ചെയ്തത്. പിന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡറും കൂടെ വേണ്ടല്ലോ എന്നുള്ള രീതിക്ക്. സോ ശുഭം ദുബെ അറ്റ് നമ്പർ 8, ജോഫ്ര ആർച്ചർ അറ്റ് നമ്പർ 9, രവി ബിഷ്ണോയ് അറ്റ് നമ്പർ 10 ആൻഡ് നാൻഡ്രെ ബർഗർ അറ്റ് നമ്പർ 11, സന്ദീപ് ശർമ്മ അറ്റ് നമ്പർ 12. This will give you something like Jofra Archer, Nandre Burger. Nandre Burger is the left-hander, so you will get the left-arm angle. Sandeep Sharma, Dasan Shanaga, 4 paces you will get. അതിൽ 3 പേസേഴ്സ് അത്യാവശ്യം നല്ല പേസേഴ്സും ദാസൻ ഷനക ഒരു 2 ഓവർ എറിയാൻ പറ്റിയ പേസറും. സാം കറന്റെ ലെവലിൽ ദാസൻ ഷനക വരുത്തില്ലെങ്കിൽ പോലും അൺഫോർച്ചുനേറ്റ്ലി സാം കറൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദിസ് IPL, so they have to trust ദാസൻ ഷനക and gave him the over. And while ദാസൻ ഷനക is in the team, റയാൻ പരാഗിനെ പോലൊരു യങ് ക്യാപ്റ്റൻസി വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ആയിട്ടുള്ളത് രവീന്ദ്ര ജഡേജയാണ്. രവീന്ദ്ര ജഡേജയെ കാട്ടി ഇന്റർനാഷണൽ മാച്ചസ് കൂടുതൽ ക്യാപ്റ്റൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ദാസൻ ഷനകൾക്കുള്ളത് ടീമിനെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. സോ ദാറ്റ്സ് മൈ 11. ആൻഡ് അവരുടെ സ്പിൻ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രവീന്ദ്ര ജഡേജ, രവി ബിഷ്ണോയ് ആൻഡ് റിയാൻ പരാഗ് കുഡ് ഡു സം വർക്ക്. ആൻഡ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ പിച്ച്. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ ബാറ്റേഴ്സിന് എന്തൊക്കെയോ ഉള്ളതുപോലെ തോന്നുകയും പയ്യെ ബോൾ സ്ലോ ആവുകയും ബാറ്റേഴ്സിന് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു പിച്ചായിരിക്കും വരാൻ പോകുന്നത്. ബട്ട് സെക്കൻഡ് ഇന്നിങ്സ് നല്ല ഡ്യൂ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ടോസ് ആർക്ക് ലഭിച്ചു, ആര് ചേസിങ് എടുക്കുന്ന ടീമിന് വിന്നിങ് ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. ഐ ഹോപ്പ് ചെന്നൈ സൂപ്പർ കിങ്സ് വിൽ വിൻ ദ ടോസ് ആൻഡ് അവർ ചേസിങ് എടുക്കട്ടെ, സഞ്ജു ചേട്ടൻ ഒരു സെഞ്ചുറി അടിച്ച് ജയിപ്പിക്കട്ടെ എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അല്ലാതെ ചെന്നൈ വന്നിട്ട് ഒരു 200 അടിച്ചു കഴിഞ്ഞാൽ പോലും വൈഭവ് സൂര്യവംശി ആൻഡ് യശസ്വി ജയ്സ്വാൾ ക്യാൻ കിൽ ദം. യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശി നല്ല ഫോമിൽ നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് അങ്ങോട്ട് പോകുന്നതിലും നല്ലത് ചെന്നൈ ചേസ് ചെയ്ത് സഞ്ജു ചേട്ടൻ ഒരു സെഞ്ചുറി ഒക്കെ അടിച്ച് ജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സോ ഇന്നത്തെ മാച്ചിന് ശേഷം നാളത്തെ റിവ്യൂവിൽ വീണ്ടും കാണും.